ചെലവ് അങ്ങോട്ടൊന്ന് ചുരുക്കാന്ന് വിചാരിച്ചാൽ. എടി ഇത്രയും ടിന്നും നമ്മുടെ മോൻ കഴിച്ചാണോ? ആണോടാ? നീയും ഇടയ്ക്കെടുത്ത് തട്ടുന്നുണ്ട്, അത് തന്നെ കാര്യം. ഗീതേ, നമ്മുടെ നമ്മുടെ വരവും ചെലവും ഒരു കണക്കിനും അങ്ങോട്ട് ഒത്തു പോകുന്നില്ല. കഴിഞ്ഞ മാസത്തെ ശമ്പളത്തിൽ ഒറ്റ പൈസ ബാക്കിയില്ല. ഇതിങ്ങനെ പോയി എവിടെ ചെന്നെത്തും? ഒരു വീടായാലും അങ്ങനെയൊക്കെ തന്നെയാ. പുസ്തകത്തിലെ പോലെ അല്ലല്ലോ ജീവിതത്തിലെ കണക്ക്. എടി പഞ്ചാര എടുത്തിട്ട് കൊട്ടാതെ, ഒറ്റ പൈസ കൈ നിൽക്കുന്നില്ലെന്ന്. ഒരു കാര്യം ചെയ്യാം, അടുത്ത മാസം പോലെ ഞാൻ കിട്ടുന്ന ആഴ്ച നിന്നെ അങ്ങ് ഏൽപ്പിക്കാം. നീ എങ്ങനെങ്കിലുമൊക്കെ നോക്കി അങ്ങ് നടത്ത്. ഇതിപ്പം മനസ്സിലുണ്ടായിരുന്ന സമാധാനവും പോയി. എല്ലാവരും ഒന്നിച്ചിരുന്ന കാലത്ത് സമാധാനം ഉണ്ടായിരുന്നു അല്ലേ? അന്ന് അമ്മയെ 1000 രൂപ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉത്തരവാദിത്വം തീർന്നല്ലോ. സ്നേഹത്തിനേക്കാളും ബന്ധത്തിനേക്കാളും പണമാ വലുതെന്ന് കരുതിയ അങ്ങനെ പലതും അനുഭവിക്കേണ്ടി വരും. നീ ഇത് പലതവണയായി പറയുന്നത് കേട്ടോ. മനസ്സിന് സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുമ്പോഴാ അവളുടെ ഒരു ഗീതോപദേശം. ഉണ്ണേട്ടനൊരു വിചാരമുണ്ട്, ഉണ്ണേട്ടൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും മാത്രമാണ് ശരിയെന്ന്. ഇപ്പൊ മനസ്സിലായി തുടങ്ങിയില്ലേ? ദേഷ്യപ്പെടണ്ട. കുടുംബ ബന്ധങ്ങൾക്ക് വിലയിടാൻ പറ്റില്ല ഉണ്ണേട്ടാ. ദേ, നമ്മുടെ മോൻ വളർന്ന് വലുതായി നമ്മളോട് തന്നെ കണക്ക് പറയാൻ വന്നാ എങ്ങനെ സഹിക്കും? ഉണ്ണേട്ടൻ മറ്റുള്ളവരുടെ മനസ്സ് കാണാൻ ശ്രമിക്കാറില്ല. അതിന് വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.